യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാം വാക്യം. യേശു തമ്പുരാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അവൻ മരിച്ചു. ഈ മരണാനുഭവത്തിലേക്ക് നമ്മൾ വന്നെത്തുമ്പോൾ നമ്മൾ എന്താണ് ധ്യാനിക്കുന്നത്? യേശു തമ്പുരാൻ എന്തിനാണ് മരിച്ചത്? ഈശോ ആർക്കു വേണ്ടിയാണ് മരിച്ചത്? ഈശോയ്ക്ക് ഈ മരണത്തിലൂടെ അല്ലാതെ എന്നെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നോ? സ്വർഗത്തിൻ്റെ ചില തീരുമാനങ്ങൾ പുത്രൻ ജീവിതത്തിൽ സ്വീകരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പീഡ സഹിച്ച്, അടിയേറ്റ്, തുപ്പൽ സ്വീകരിച്ച്, മരിച്ച് എന്നെ രക്ഷിക്കണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ഹിതമാണ്. ജീവിതത്തിൻ്റെ മേശയിൽ വിളമ്പിയതെല്ലാം, അത് കയ്പുള്ളതായിക്കൊള്ളട്ടെ, മധുരമുള്ളതായിക്കൊള്ളട്ടെ, അത് മുഴുവൻ ആ പീലാസയിൽ നിറച്ച തിരുരക്തം മുഴുവൻ മട്ടുവരെ ഒരൽപ്പം പോലും ബാക്കി വയ്ക്കാതെ സഹനം മുഴുവൻ സ്വീകരിച്ച് എന്നെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. ഇന്നലെ, ഇന്ന്, നാളെ ഈ 3 അനുഭവങ്ങളിലും രക്ഷ അവൻ സാധ്യമാക്കി. ഞാൻ രക്ഷപ്പെടണമെന്ന്, ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗത്തിനെന്തോ വാശിയുള്ളതുപോലെ, നിർബന്ധമുള്ളതുപോലെ, അതുകൊണ്ട് തന്നെ സ്വർഗം ഈ പീഡ സഹിച്ചു തീർത്തു. സ്നേഹമുള്ള മക്കളെ, അവൻ മരിച്ചതും അവൻ പീഡ സഹിച്ചതും നിനക്കു വേണ്ടിയാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനൊരു ബ്ലെസ്സിങ്ങായി മാറണമെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ട്. ഈ ദുഃഖദിനം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ കുരിശ് അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ശാപത്തിൻ്റെ ചിഹ്നമായ ചിഹ്നം, ആ കുരിശ് ഇനി മുതൽ ഇത് വിജയത്തിൻ്റെ അടയാളമായി, ജയിച്ച് കയറുന്നവൻ്റെ അടയാളമായി ഈ ശാപത്തിൻ്റെ കുരിശ് അന്ന് മുതൽ മാറുകയാണ്. ശുഭചിഹ്നം ആയ ശ്ലീബ. ആമേൻ.